എന്താ കഥ? ഇപ്പം ഇന്ന് എൻ്റെ അടുത്ത് 2 ക്വസ്റ്റ്യനാണുള്ളത്. 2 ക്വസ്റ്റ്യനെന്ന് വെച്ചാൽ നല്ല കിടിലൻ പവർ സാധനങ്ങളാണ്. പറക്കണായിട്ടാണുള്ളത്. അതായത് എന്താണ് കാര്യങ്ങളെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം സമ്പാദിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് നോക്കാം, അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്രമാത്രം പഠിക്കാൻ കഴിയുമെന്ന് നോക്കാം. നിങ്ങളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളെ വിട്ട് പോകണില്ല, നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾക്കൊന്ന് പാതകൾ മാറ്റി ചവിട്ടാം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എത്ര കഴിവുകൾ, നിങ്ങളുടെ സ്കിൽസ് എത്ര വികസിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കാം, ട്രൈ ചെയ്യുക. പറ്റില്ലെങ്കിൽ അത് ഒഴിവാക്കുക. എന്നാലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്, ഇല്ല? പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഏത് തരത്തിലുള്ളൊരു വ്യക്തിയാകാൻ കഴിയുമെന്ന് അത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും, അല്ലേ? ഏത് തരത്തിലുള്ളൊരു വ്യക്തിയാവാം, എങ്ങനെയുള്ളൊരു മനുഷ്യനാകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് നോക്കാം. ഇൻഫ്ലുവൻസ്, ഏത് തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ പറ്റും അത് നിങ്ങൾക്ക് ശ്രമിച്ച് നോക്കാം. ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു സംഭവമാണ്. എത്ര പേരെ മറവിയിൽ നിന്നും നിങ്ങൾക്ക് മറവിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ശ്രമിക്കാം, അല്ലേ? കാരണം ഇപ്പോൾ ഇന്നലകൾ ഒരു ചരിത്രമാണ്, നാളെകളോ ഒരു മിസ്റ്ററിയാണ്. അതിൽ ഇന്നത്തെ ഈ ഒരു ദിവസമാണ്, അതൊരു ഗിഫ്റ്റാണ്. ആസ്വദിക്കാം, ആ നിമിഷം നമ്മൾ ജീവിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? അപ്പോഴാണ് എന്തുണ്ടാവില്ലേ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിക്കാതെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് നിങ്ങൾക്കതായിക്കൂടാ? അത് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. അതായത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട്, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ പദ്ധതികളെ കുറിച്ചതാ പ്ലാൻ ചെയ്യാം, അല്ലേ? നിങ്ങൾ എന്താവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്താണ് നെക്സ്റ്റ്, നിങ്ങളെ മൂവ് എന്താണ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ പഠിക്കാം. ഇപ്പോൾ 2025 5-ാമത്തെ മാസം 2-ാം തീയതി, അല്ലേ? ഇനി എന്നാണ് എന്നൊക്കെയാണ് ഈ കാത്തിരിക്കുന്നത്. ചെയ്യാം, എന്താണെങ്കിലും അത് ചെയ്യുക. ഏത് കാറ്റഗറി, ഏത് പരിപാടിയാണെങ്കിലും അങ്ങോട്ട് ചെയ്യാം. മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നുള്ളൊരു കാര്യങ്ങൾ, ആ സാധനം ഫസ്റ്റ് ഒഴിവാക്കണം. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് കാണണ്ട്. ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കാണാൻ മോശമായി ചിന്തിച്ചാൽ നമ്മളെ സമൂഹമുണ്ട്, ആ സമൂഹത്തിന് പിന്നെന്താ പണി? സമൂഹം എന്ന് പറഞ്ഞാൽ അതാണ് ഈ മെൻ്റലിസം എന്നൊക്കെ പറഞ്ഞ പരിപാടി. അതിനെക്കുറിച്ച് പഠിക്കണം. ഞാനിപ്പോൾ 2 വർഷമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വൃത്തികനായിരുന്നു പഠിച്ചിരിക്കണ്. അതായത് പഠിക്കാൻ വെച്ചാൽ അത് പരീക്ഷണങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പരിശീലനങ്ങളിൽ നിന്ന് നമുക്ക് തോന്നുന്ന ടൈം വരാണ്ട്. ഈ ഒരു മൈൻഡ് സെറ്റ് വെച്ചാൽ മതി. എനിക്ക് എൻ്റെ ജീവിതം മാറ്റാൻ കഴിയും. ഓക്കെ, കുറച്ച് വർഷങ്ങൾ കൊണ്ട് എനിക്ക് വളരെയധികം വളരാൻ കഴിയും. നിൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ, നേടിയെടുക്കാൻ എനിക്ക് കഴിയുന്നുള്ള ആ ഒരു ബിലീവ്, ഫെയ്ത്ത്, വിശ്വാസം അത് എന്നിലുണ്ടാവണം. എൻ്റെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്തെടുക്കണം. ഇതിലിപ്പോൾ നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും. അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ എനിക്കും ചിലപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ കാര്യം പറഞ്ഞത്. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കും പറഞ്ഞു തരാം. ഓക്കെ.